കുടുംബജീവിതത്തിലെ വിശുദ്ധിയെക്കുറിച്ചാണ്, വിശ്വസ്തതയെക്കുറിച്ചാണ്, കുടുംബജീവിതത്തിൽ നിലനിർത്തേണ്ട പരിശുദ്ധമായ ബന്ധത്തെക്കുറിച്ചാണ് വ്യഭിചാരം ചെയ്യുന്ന കൽപ്പന. ഓരോ കുടുംബജീവിതത്തിലേക്കും പ്രവേശിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ കൽപ്പന കൃത്യമായി ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് മണവറ മലിനമാകാതിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ തിന്മ കടന്നു വന്ന് ദമ്പതികൾ അവർ ജീവിക്കുന്ന മണവറ പോലും മലിനമാകത്തക്ക രീതിയിൽ അശുദ്ധി, തിന്മ, വ്യഭിചാരം കടന്നു വരുമ്പോൾ ആ കുടുംബം തന്നെ തകരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു മേഖലയിൽ എന്തെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകൾ കുടുംബജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. കുടുംബജീവിതത്തിൽ വിശ്വസ്തതയ്ക്ക് യാതൊരു മൂല്യവും കാണുന്നില്ല. ആ കുടുംബജീവിതത്തിലെ പരിശുദ്ധിയെക്കുറിച്ച് ഇന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പുതിയ തലമുറ വിവാഹമോചനമൊക്കെ വളരെ ഈസി ആയിട്ടാണ് ആഗ്രഹിക്കുന്നത്. വിവാഹമോചനം തെറ്റാണ്, അത് മാരക പാപമാണ്. ഇന്നു മുതൽ മരണം വരെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ടുകൊണ്ടെടുക്കുന്ന പ്രതിജ്ഞ ലംഘിക്കുന്നത് അത് ഗൗരവമായ തെറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം കുടുംബത്തിലില്ലെങ്കിൽ വരും തലമുറയ്ക്ക് എങ്ങനെ ഉണ്ടാകും? പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ യുവജനങ്ങള് അവര് ഈ കുടുംബജീവിതത്തിന് വേണ്ടി ഈ ഒരു പരിശുദ്ധിയോടെ ഒരുങ്ങുന്നുണ്ടോ? വളരെ ലാഘവത്തോടുകൂടി കുടുംബജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ നിർവഹിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചൂഷണം ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, അതിനെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. നമുക്കറിയാം, പ്രേമബന്ധങ്ങൾ അത് അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുക. പ്രേമം അതിൽ തന്നെ തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവർക്കും തോന്നുന്ന പോലെ എന്തും ആകാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമുക്കറിയാം, പ്രേമത്തെ പോലും ഏതെല്ലാം തരത്തിലാണിപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഒന്ന്, പ്രേമം ഒരാൾ ആവശ്യപ്പെട്ടിട്ട് അത് തിരസ്കരിച്ചാൽ അവരെ കൊല്ലുകയാണ്, അല്ലേ? ഞാൻ നിന്നെ പ്രേമിക്കുന്ന മാൻകിടാവെന്ന് പറഞ്ഞ് ഒരുത്തം വന്ന് ഉടനെ അവൻ്റെ പുറകെ പോകാൻ പറ്റുമോ? പോയില്ല, അവൻ കൊല്ലും, അല്ലെ ആസിഡ് വെള്ളം എടുത്ത് എറിയും. അതാണ് പ്രേമത്തിൻ്റെ അവസ്ഥ ഇന്ന്. മറ്റൊന്ന്, പ്രേമം നടിച്ച് വരുതയിലാക്കി മതം മാറ്റിയെടുക്കുക. അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ അത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രേമം നടിച്ച് നമ്മുടെ മക്കൾ ഒരുപാട് പോകുന്നുണ്ട്. എവിടെയാ ചെന്ന് വിടുന്നതെന്ന് ആരും അറിയുന്നില്ല. അതുകൊണ്ട് പ്രേമിക്കുന്നതിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ചുകൊണ്ട് മതം മാറ്റവും തീവ്രവാദ പ്രവർത്തനവും എല്ലാം നടത്തുന്ന ഒരുപാട് കേസുകൾ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും തുറന്നു പറയാൻ എല്ലാവരും മടിക്കുകയാണ്. കാരണം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ചില വാക്കുകൾ ലവ് ജിഹാദ് എന്നൊക്കെ പറയാൻ പേടിക്കണം. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കീഴടക്കുക. സ്നേഹമെന്ന് പറയുന്നത് അത് കീഴടക്കലിൻ്റെ ഒരു കാര്യമല്ലല്ലേ? പക്ഷേ ആ സ്നേഹത്തെ ഉപയോഗിച്ച് കീഴടക്കി മതം മാറ്റി പിന്നീട് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക.